നമ്മൾ കഴിഞ്ഞ ദിവസം സീതപ്പഴത്തിന് ഹാൻഡ് പോളിനേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ അപ്ഡേഷനാണ്. അതായത് ഹാൻഡ് പോളിനേഷൻ സക്സസ് ആയോ ഇല്ലയോ. കണ്ടോ, സക്സസ് ആണ്. അന്ന് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഒരു 3 എണ്ണമാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 2 എണ്ണം സക്സസ് ആയിട്ടുണ്ട്. ഇതാണ് ഒന്ന്. മറ്റൊന്ന് ഈ കാണുന്നതാണ്. അപ്പോൾ 2 എണ്ണം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അതിലൊക്കെ പോയി ആ ഒരു നമ്മുടെ സീതപ്പഴത്തിൻ്റെ ചെറിയൊരു ഷേപ്പ്, ഇതാണ് ആ ഒരു അവസ്ഥ. ഇങ്ങനെ ഇരിക്കും പോളിനേഷൻ സക്സസ് ആയാൽ. പിന്നെ എന്നിട്ട് 1-2 എണ്ണം വേറെ ഹാൻഡ് പോളിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് അത് പിടിച്ചോന്ന് അറിയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2 ദിവസം കൂടെ എടുക്കും. പൊഴിഞ്ഞു പോയില്ലെങ്കിൽ ഉറപ്പിക്കാൻ പിടിച്ചെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏകദേശം സക്സസ് ആയിട്ടുണ്ട്. അപ്പം ആ അന്ന് വീഡിയോ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഈ സീതപ്പഴം സക്സസ് ആകുന്നില്ലെങ്കിൽ ഇതൊരു നല്ലൊരു മെത്തേഡാണ് ചെയ്യാൻ. ഇതിപ്പോൾ ഒരു ഫീമെയിൽ അവസ്ഥ നിൽക്കുന്ന സീതപ്പഴമാണ്. ഞാൻ മറ്റേ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹാൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പോളിനേഷൻ, എങ്ങനെയാണ് ഫീമെയിൽ മെയിൽ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത് പോളിനേഷൻ നടക്കാൻ സാധ്യതയില്ല. കാരണം ഇതിന് വേണ്ടിയിട്ടൊരു മെയിൽ ഫ്ലവർ എൻ്റെ ഈ മരത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഹാൻഡ് പോളിനേഷനോ സെൽഫ് പോളിനേഷനോ നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അത് പൊഴിഞ്ഞു പോകാനാണ് സാധ്യത. അപ്പം പറഞ്ഞുണ്ടോ, ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഹാൻഡ് പോളിനേറ്റ് ചെയ്തത് സക്സസ് ആണ്. സീതപ്പഴത്തിൻ്റെ ഫുള്ള് ഹാൻഡ് പോളിനേറ്റ് ചെയ്യുന്നത്, അതായത് സാധാരണ പരാതിയാണ് പോളിനേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന പൂക്കളൊക്കെ. അപ്പോൾ അതിനൊക്കെ പരിഹാരം ഞാൻ ഒന്ന് പറഞ്ഞത് നമ്മൾ ഹാൻഡ് പോളിനേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഡീറ്റെയിൽ തന്നെ, മെയില് ഫീമെയിൽ ഫ്ലവർ എങ്ങനെ തിരിച്ചറിയാം, അതെങ്ങനെ ഹാൻഡ് പോളിനേറ്റ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ അവസാന സ്റ്റേജ് ഏതാണ്, പോളിനേഷൻ നടന്നു കഴിഞ്ഞ സ്റ്റേജ്. അതാണ് പോളിനേഷൻ നടന്നു കഴിഞ്ഞൊരവസ്ഥ. അങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് സാധനം പൊഴിഞ്ഞു പോകുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാണുന്ന ഈ ഒരു ഫ്ലവർ പോളിനേഷൻ നടന്നാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ പൊഴിഞ്ഞു പോകാം. അതാണ് സാധ്യത കൂടുതൽ. ഒരു ഇന്ന് വൈകിട്ടോ നാളെയൊക്കെ അത് പൊഴിഞ്ഞു പോകും പോളിനേഷൻ നടന്നില്ലെങ്കിൽ. നമുക്കൊരു 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ മാക്സിമം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും, പോളിനേഷൻ നടന്നില്ല എന്നുള്ളത്. പിന്നെ ഈ കാണുന്ന പോളിനേഷൻ നടന്ന ഈ ഒരു ഫ്രൂട്ടൊക്കെ നമ്മുടെ പിന്നെ കാര്യമാണ് വളർത്തിയെടുക്കുക എന്നുള്ളത്, കവർ ചെയ്യുക, ആവശ്യത്തിന് വെള്ളം, മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പുള്ള സ്റ്റേജാണ് ഹാൻഡ് പോളിനേഷൻ. അത് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിലുണ്ട്, കാണുന്നവർക്ക് കാണാം. നല്ലപോലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.